സെയിൽ ആമസോണിലെ എല്ലാ മാസം സെയിൽ ഉണ്ട്. അതും അപ് ടു 80% ആണ് ഈ മാസത്തെ സെയിൽ. എല്ലാ മാസം ഓരോ തവണ മാറ്റി പിടിക്കാറുണ്ട് കേട്ടോ സെയിൽസ്. അപ്പൊ ഈ തവണത്തെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിൽ അതും അപ് ടു 80% വരെ ടോപ്പ് ബ്രാൻഡ്സിന് അവൈലബിൾ ആണ്. അപ്പൊ നമ്മളൊരുവിധം നമ്മുടെ ഇഷ്ടപ്പെട്ട ബ്രാൻഡ് നോക്കിയിട്ടാണ് പിക്ക് ചെയ്തിട്ട് കാണിക്കുക. അതിൽ കോട്ടൺ ഉണ്ടാവും, അതുപോലെ തന്നെ പ്രീമിയം കളക്ഷൻസ് ഉണ്ടാവും, ഒക്കെ എഫോർട്ട് റേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ പിക്ക് ചെയ്തിരിക്കുക. അപ്പോൾ 1000 എബോ ആ ഒരു റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കളക്ഷൻസിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഞാൻ ഷെൽവി. നിയാസ ബ്രാൻഡിന്റെ 3 പീസിന്റെ കുർത്തി സെറ്റ് ആണ്. യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷൻ, മെറൂൺ കോമ്പിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മള് കേരള ട്രഡീഷണൽ ഒരു കളറിലെ ഈ ഒരു കളർ എന്ന് പറയുമ്പോൾ പണ്ടേ തൊട്ടൊരു എന്താ പറയുക കോമൺ കളറാണ്, എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറും കൂടിയാണ്. ഇനി ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 1000 ആ ഒരു റേഞ്ച് വന്നിട്ടുണ്ടെങ്കിലും ഇതിന്റെ ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റി. അതായത് ചന്തേരി മെറ്റീരിയൽ ആണ് ടോപ്പ് വരുന്നത്, അതുപോലെ ബോട്ടം സെയിം ഒരു മെറ്റീരിയൽ. യോക്ക് നോക്കിയാൽ നല്ലൊരു വി നെക്കിൽ ഫുൾ ഓവറോൾ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്ലീവ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്, നമുക്ക് വേറെ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല, കുറച്ച് കംഫർട്ട് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പാന്റ് നോക്കുകയാണെങ്കിൽ പാന്റ് സെയിം ആ ഒരു മെറ്റീരിയൽ തന്നെ, വേറെ വർക്കൊന്നും ഇല്ല. പെർഫെക്റ്റ് സൈസ് ആണ് കേട്ടോ, ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇനി എനിക്ക് ഇതിന്റെ ദുപ്പട്ടയാണ് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ടത്. കണ്ടോ, നല്ലൊരു മെറൂണില് ഒരു ബനാറസി ടച്ച് ആണ്, ഫുൾ കാണുന്നത് വീവിങ് ആണ് കേട്ടോ. നല്ലൊരു സെറ്റൽ ആയിട്ടുള്ള ഒരു സെറി വർക്കിൽ ഫുൾ, എന്നിട്ട് ലെങ്ത്തും വിഡ്ത്തും ഒക്കെ സൂപ്പർ. ഇത് ഹൈലി റെക്കമെൻഡ് പീസ് ആണ് കേട്ടോ. ഇതിന്റെ ഇനി കളർ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ലിങ്കിൽ കയറി നോക്കേണ്ടി വരും. ലാർജ് ആണ് കേട്ടോ സൈസ്. 3 പീസിന്റെ സ്ട്രേറ്റ് കുർത്തിയാണ് കേട്ടോ. ഇതും പാർട്ടി വെയർ കളക്ഷൻ തന്നെയാണ്. പിന്നെ ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് വീനെക്ക്, ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള വീനെക്ക് ആണ് വന്നിരിക്കുന്നത്. അതിൽ അത്യാവശ്യം വർക്ക് കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ലീവ് നോക്കുകയാണെങ്കിൽ 3/4 ആണ് സ്ലീവ്. സ്ലീവിലും ഇതുപോലെ തന്നെ ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗും സീക്വൻസ് വർക്കിന്റെ ഡീറ്റെയിലിംഗും ഒക്കെ കൊടുത്തിട്ടുണ്ട് വിത്ത് പാന്റ്. ഇനി ഇതിന്റെ കൂടെ ദുപ്പട്ടയും കൂടി ഉണ്ട്. 3 പീസ് ആയതുകൊണ്ട് തന്നെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ഓർഗൻസയില് അതിൽ ഫുൾ ഡിജിറ്റൽ പ്രിന്റ് സീക്വൻസ് വർക്ക്, പിന്നെ സൈഡിൽ ഇങ്ങനെ ത്രെഡ് സ്കാലപ്പ് ചെയ്ത പോലെ ത്രെഡ് വർക്ക് ഫുൾ ഓവറോൾ 4 ചുറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ്. കളർ അടിപൊളിയായിട്ടില്ലേ, ഒരു വൈൻ ഷെയ്ഡിൽ കേട്ടോ. ഇതിന് വേറെ കളർ ഓപ്ഷൻ ഒന്നും ഇല്ല. പിന്നെ റേറ്റ് വൈസ് നോക്കുമ്പോൾ ഇതൊരു പാർട്ടി വെയർ ആയതുകൊണ്ട് തന്നെ 1000 എബവ് റേറ്റിലാണ് ഇത് പോകുന്നത്. പിന്നെ സെയിൽ നടക്കുമ്പോൾ ചില സമയത്ത് 1000 എബവ് ആയാലും ഒരു 1600 ഒക്കെ ആണെങ്കിൽ 1200 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് സെയിലുള്ള സമയത്ത്. ഇല്ലാത്ത സമയത്താണെങ്കിൽ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ ലാർജ് ആണ് ഞാൻ വെയർ ചെയ്യുന്ന എപ്പോഴും സൈസ്. ഇൻഡോ ഇറ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഒരുവിധം ഇപ്പം നല്ല കളക്ഷൻസ് പുതിയത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഇൻഡോ ഇറന്റെ കാണുമ്പോൾ അപ്പൊ പിക്ക് ചെയ്യണതാണ് കേട്ടോ. ലാർജ് സൈസ് പെർഫെക്റ്റ് സൈസ് ആണ്. മെറ്റീരിയൽ വൈസ് അതാണ് മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ടത്. ടോപ്പും ബോട്ടം വരുന്നത് മെയിൻ ആയിട്ട് ഫൈബ്രിക് വരുന്നത് സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയൽ ആണ് കേട്ടോ. പിന്നെ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. ഇൻഡോ ഇറ ബ്രാൻഡാണ്, വേറെ ഒന്നും നോക്കാനില്ല. 3 പീസിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന സ്ട്രേറ്റ് കട്ടിലാണ് കേട്ടോ ഇതിന്റെ ടോപ്പ് വന്നിരിക്കുന്നത്. അപ്പൊ അടിപൊളി, ഇതും പാർട്ടി വെയർ ഒരു കളക്ഷൻ തന്നെ. കോൺട്രാസ്റ്റ് കളറിൽ നല്ലൊരു റയർ, കുറച്ച് യൂണിക് ആയിട്ടുള്ള ഒരു കളർ. ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ യോക്കിലും അത്യാവശ്യം വർക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ലീവിന്റെ പോർഷനിലും വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്ലീവില് പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്നത് ഓർഗൻസയുടെ മെറ്റീരിയലില് പാച്ച് വർക്ക്, അതുപോലെ ഗൊട്ടപ്പട്ടീര ലേസ്, അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ. എന്തായാലും പാർട്ടി വെയറിന്റെ ഏറ്റവും ബെസ്റ്റ് ആണ്. ഇതിന് കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാന്റിന്റെ സൈഡിൽ പോക്കറ്റും ഉണ്ട് കേട്ടോ. 2 സൈഡില്ല, ഒരു സൈഡുള്ള പോക്കറ്റ്. അതേപോലെ തന്നെ ദുപ്പട്ട എന്നത് ഓർഗൻസിലാണ്. ഓർഗൻസില് ഫുൾ ഇതുപോലെ കാണുന്നത് മൊത്തം ഡിജിറ്റൽ പ്രിന്റില് വീവിങ് ഉള്ള ഒരു ഗോൾഡിന്റെ ബുട്ട വർക്ക് കണ്ടോ. ഓവറോൾ ആ ഒരു വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ 3 പീസിന്റെ അടിപൊളി ഒരു കളക്ഷൻ. പിന്നെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇതും സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയൽ ആണ് കേട്ടോ. സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയൽ ആയാലും അത്രയ്ക്ക് അങ്ങോട്ട് മോശം എന്നൊന്നും പറയാനില്ല, നമ്മൾ എടുത്തു വരുമ്പോൾ സൂപ്പർ ആണ്. പിന്നെ ഷേപ്പിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ലാർജ് സൈസ് ആണ് കേട്ടോ, അതും പെർഫെക്റ്റ് ആണ്. നല്ല ചെറുതായിട്ടൊരു ലൂസുള്ളൂ ആ ഒരു ഹിപ്പിന്റെ ഈ ഒരു പോർഷനില്. ഹിപ്പിന്റെ പോർഷനും ചെറുതായിട്ട് ലൂസോ, പക്ഷെ അതൊന്നും പ്രശ്നമാക്കേണ്ട, ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതും ശരിയാവും. എന്തായാലും നമ്മൾ മീഡിയം മേടിക്കുമ്പോൾ പ്രശ്നം വെച്ചാൽ നമ്മുടെ കയ്യിന്റെ ഈ ഒരു പോർഷനിൽ ഇത്തിരി ടൈറ്റ്നെസ് കൂടും. അപ്പൊ ഈ ഒരു സൈസ് ആകുമ്പോൾ നമുക്ക് ഇവിടെ കൊണ്ട് കറക്റ്റ് ആണ്, ഇവിടെ കൊണ്ട് ഒരു പൊടിക്കേ ലൂസ് ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ 3 പീസിന്റെ നല്ല അടിപൊളി കോൺട്രാസ്റ്റില് സൂപ്പർ അല്ലേ. സ്റ്റൈലം ബ്രാൻഡിന്റെ 3 പീസിന്റെ നല്ല അടിപൊളി സെറ്റ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കോട്ടന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. ഈ കോട്ടന്റെ മെറ്റീരിയൽ തന്നെയാണ് അതിന്റെ ഒരു ഡിസൈൻ, അതിന്റെ ഒരു ഫിനിഷിങ്, അതിന്റെ ഒരു ലുക്ക് വൈസ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റ് ആയി പോയി. ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റ് സാധാരണ നമുക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാറ്, പക്ഷെ ഇത് ഇവിടെ നിന്നല്ല, കുറച്ച് ഇറങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ യോക്ക്
യോക്ക് ഇങ്ങനെ ഒരു പാച്ച് വർക്ക് ഡീറ്റെയിൽ കൊടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്വീക്വൻസ് വർക്ക്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ അതാ ഈ ഒരു ടെസൽസ് ആണ്, ഹാൻഡ് മെയ്ഡ് ടെസൽസ് വിത്ത് കൗഡി. ഈ കൗഡി ഇടയ്ക്ക് റിമൂവ് ആയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഊരി പോകാൻ സാധ്യതയുണ്ട്. കൈകൊണ്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ തന്നെ നമുക്ക് മേടിച്ച് ഒന്ന് ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് പോവില്ല കേട്ടോ, നല്ല ടൈറ്റിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളത്. സൗണ്ട് വരും കേട്ടോ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു യോക്കാണ് മെയിനായിട്ട്, അതുപോലെ അതിൻ്റെ ആ ഒരു ഡിസൈൻ കാര്യങ്ങളാണ് ഇഷ്ടമായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ്, വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാൻറ്റും സെയിം ആ ഒരു മറൂൺ ഷെയ്ഡിൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് ഓഫ്കോഴ്സ് 3 പീസ് ആകുമ്പോൾ എന്തായാലും ദുപ്പട്ട ഉണ്ടാവില്ല. ഈ ദുപ്പട്ട കോട്ടൻ്റെ മൽമൽ കോട്ടൺ ആണ്. ഇതിൽ ഇത്തിരി കഞ്ഞി പക്ഷ കൂട്ടിയിട്ട് അവരൊരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇതൊന്ന് വാഷ് ചെയ്യുമ്പോഴേക്കും അത് ഒന്നുകൂടിയും ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. പിന്നെ പ്രിൻറ്റ് നോക്കിയാൽ നല്ല അടിപൊളി പ്രിന്റാണ്. ഇതൊക്കെ ഇപ്പോൾ എന്താ പറയുക, റയർ പ്രിന്റ് എന്നല്ല, കോമൺ ആണ്. പക്ഷെ ഈ പ്രിന്റ് എപ്പോഴും ട്രെൻഡിൽ നിൽക്കുന്ന ഒരു പ്രിന്റ്. ഒരു കാലവശാൽ ഇങ്ങനെ എന്താ പറയുക ഔട്ട് ഓഫ് ട്രെൻഡ് പോവാന്ന് പറയാം, അങ്ങനത്തെ ഒരു സംഭവമല്ല. ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു പ്രിന്റ് ഓവറോൾ. ഇനി ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു സ്ലീവ് പോർഷൻ, സ്ലീവിൽ കണ്ടോ ഈ ഒരു പാച്ച് വർക്ക്, ഇത് എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ്, ചെറിയൊരു ബിഷപ്പ് സ്ലീവിൽ അങ്ങനെ എന്തോ പറയൂ കേട്ടോ ഈ ഒരു സ്ലീവിന്. എന്തായാലും ചെറുതായിട്ട് പഫ് ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ ഫ്ലാറ്റ് ആണ്. ഇതിൻ്റെ റേറ്റും അത്യാവശ്യം ഉണ്ട്. 1000 ഉള്ളിലാണ്, 1000 ഉള്ളിലാണ്, മീൻസ് 999 ഞാൻ പഠിച്ചു. 1 രൂപയ്ക്ക് വ്യത്യാസമുള്ള. ഇനി ഇത് ബ്ലാക്ക് കളറിലും അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ മെറൂൺ ജസ്റ്റ് ഒന്ന് ട്രയൽ പർപ്പസിന് ഞാൻ മേടിച്ചതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമായി. ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ഷെയ്ഡും അവൈലബിൾ ആണ്. പക്ഷെ അതിനൊരു 200 രൂപ കൂടുതൽ കൊടുക്കണം. ബ്ലാക്ക് കളർ കൊണ്ടാണോ തുണി ഇതൊക്കെ സെയിം തന്നെയായിരിക്കും കേട്ടോ, ഡിസൈൻസ് കാര്യങ്ങളൊക്കെ സെയിമാണ്. പക്ഷെ എന്തായാലും റേറ്റ് വ്യത്യാസമുണ്ട്. ഒരു 200 രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് കിട്ടും. ഇത് ഹൈലി റെക്കമെൻഡ് പീസാണ്, ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. എല്ലാവർക്കും ഈ ഒരു കളക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കളക്ഷൻസ് ഒക്കെ കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ വീഡിയോൻ്റെ താഴെ മോർന്ന് പറഞ്ഞിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സിംഗിൾ ലിങ്കും അതുപോലെ മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കും കിട്ടും. അപ്പോൾ ഏതിൽ പ്രസ് ചെയ്താലും ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു കളക്ഷൻ ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് എത്രയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൽ കാണാൻ പറ്റും കേട്ടോ. ഇനി ഇതന്നെ വേണ്ട, ഇതിൻ്റെ കളർ ചേഞ്ചസ് ഒക്കെ വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് വേരിയേഷൻസ് ഒക്കെ ആയിട്ടുള്ള ഡിസൈൻസ് കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതും അവർ സജഷനിൽ നമുക്കിങ്ങനെ ഇട്ട് തന്നുകൊണ്ടിരിക്കും. നമുക്ക് അവർ ചൂസ് ചെയ്യാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും, നമ്മൾ അങ്ങോട്ട് ചൂസ് ചെയ്ത് അങ്ങോട്ട് മേടിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് നമ്മുടെ പോളിസി. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.